എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ദുബായിൽ വന്നിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേനു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവിടെ നിന്നെല്ലാം ഇറങ്ങിയിട്ട് ബെഡ് സ്പേസിലോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്നപാട് തന്നെ അവിടെയുള്ള എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ, എല്ലാവരും നല്ല ആൾക്കാരായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളോട് ഇങ്ങനെ കമ്പനി കൂടുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അവിടുത്തെ ഒരു റൂംമേറ്റുമായിട്ട് പുറത്തോട്ടേക്ക് ഇറങ്ങിയതാണ്. അവൾക്ക് CV ഡ്രോപ്പ് ചെയ്യാനുണ്ടേനു, ഞങ്ങൾക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനും വാങ്ങിക്കാനൊക്കെ ഉണ്ടേനു കേട്ടോ. അങ്ങനെ ഇതാ അൻസാർ ഗ്യാലറിയിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൾ ലാബ് ടെക്നീഷ്യനാണ്. അപ്പോൾ അതിൻ്റെ CV കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ആസ്റ്റർ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അൻസാർ ഗ്യാലറിയിൽ. അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി അവൾ പോയ സമയത്ത് ഞാനിതാ കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് നിൽക്കലേനു കേട്ടോ. നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാ അവൾ CV എല്ലാം കൊടുത്തിട്ട് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് തന്നെ അവളും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. അങ്ങനെ ഇതാ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഞാൻ എപ്പം പോകുമ്പോഴും നോക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. പക്ഷേ ഇതെല്ലാം മേക്കപ്പിൻ്റെ പിന്നെ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളതും അങ്ങനെയുള്ളതൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഇത്രയും ആർഭാടത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെയാണെങ്കിൽ 50% ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും നല്ല റേറ്റാണ് കാണിക്കുന്നത്. ശരിക്കും അത്രയ്ക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ളത് എൻ്റെ കയ്യിലും ഇല്ല, പിന്നെ എനിക്കതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ലേനു. പിന്നെ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ്, ഞാൻ എപ്പം പോകുമ്പോഴും ഇതിന് മുന്നേ ഉള്ള സമയങ്ങളിലും പോകുന്ന സമയത്ത് എടുത്തു നോക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അവസാനം എനിക്ക് വെയിറ്റ് കൂടുതലാവും, പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഇത് തിരിച്ചു വെക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. എന്തായാലും അത് ഇപ്രാവശ്യം വന്നപ്പോഴും മുടക്കിയിട്ടില്ല, നേരെ വന്നിട്ട് അതെല്ലാം നോക്കി. ഇപ്പം കുറച്ചുകൂടി ഐറ്റം കൂടുതലുണ്ട് കേട്ടോ. അങ്ങനെ ആ ഐറ്റംസൊക്കെ നോക്കിയിട്ട് ഞാൻ 1-2 ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെന്നപ്പോഴാണ് കേട്ടോ ശരിക്കും ഒറിജിനലിനെ വെല്ലുന്ന ടൈപ്പിൽ ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സംഭവം. അതിനെയാണെങ്കിലും ഒന്ന് ഞാൻ ടച്ച് ചെയ്തപ്പോഴേക്ക് അതിങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവം കേട്ടോ. കുരയ്ക്കുകയാണോ പൂച്ചയാണോ എന്തോ ഒരു സംഭവം എന്തായാലും കുരയ്ക്കുന്ന പോലെയാണ് സൗണ്ട് വന്നിട്ടുണ്ടേനു. അങ്ങനെ ഇതാ ഓരോന്നോരോന്ന് ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമുക്കത് തൊടുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു രസമുണ്ട്. പക്ഷേ എനിക്ക് ഇനി അത് വെച്ചതിന് പേരിൽ അങ്ങനെയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ ഇതുമാതിരിയുള്ള ഭരണി കാര്യങ്ങളൊക്കെ. ഇത് വന്നിട്ട് എന്തോ കാലിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് ആവുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവം അവിടെ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. ശരിക്കും അത് വർക്കാവോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, വെറുതെ ഒന്ന് കണ്ടപ്പം കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ഇതിന് മുന്നേ എടുത്തു വെച്ചതാണ്. പക്ഷേ ഇത് എനിക്ക് ഇവിടെ എത്തുന്നതിന് മുമ്പ് കംപ്ലൈൻറ്റ് വരുന്ന ഉറപ്പായി. ഇതിനൊക്കെ റേറ്റ് ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ കംപ്ലൈൻറ്റ് വരുന്ന ഉറപ്പായതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സ്വാഭാവികമായിട്ടും എപ്പം ചെല്ലുന്ന സമയത്തും കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ അവർക്കുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കും കേട്ടോ. അപ്പോൾ അതിലുള്ളതൊക്കെ ഇങ്ങനെ ജസ്റ്റ് 1-2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ പിന്നെ എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പം അവൾക്കാണെങ്കിൽ എൻ്റെ കൂടെ വന്ന കുട്ടിയില്ലേ അവൾക്കാണേലോ പിന്നെ അവളുടെ ഫ്രണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലേനു കേട്ടോ. അപ്പോൾ അവളെ കയറ്റി വിട്ടതിന് ശേഷം ഞാൻ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചിട്ടാണ് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓളും അവിടെ എത്തിനേനു കേട്ടോ. അങ്ങനെ ചേച്ചി അവൾക്ക് മുടിയെല്ലാം ചീകി കൊടുക്കുന്നു. ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് മുടി ചീകിയിട്ട് അത് കെട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ചീകി കൊടുക്കലേനു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിശന്നിട്ടതിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതുവരെയും പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാനുള്ള ഒരു മൂഡും ഇല്ലേനു കേട്ടോ. വന്നപ്പോൾ ഉണ്ട് ചേച്ചി ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് നമുക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലേനു. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പയർ കൊണ്ടാട്ടൊക്കെയാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടേനു. പിന്നെ ഒന്നും നോക്കിയില്ല, മൂടി പൊതിച്ചിട്ട് അങ്ങ് ഉറങ്ങി. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ നാളെ കാണാം. ബൈ.